ഭരണമാറ്റമല്ല, UDFിൻ്റെ 3 മാസക്കാലം ഭരണനാറ്റം എന്നാണ് പിണറായിയുടെ മരുമകനും വീണ വിജയൻ്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുമ്പോൾ തന്നെ തൻ്റെ ഭാര്യ വീണ അമ്മായിയപ്പൻ്റെ പേരും പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ റെയ്ഡ് നടക്കുകയാണ് 8 ഇടങ്ങളിൽ. തൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെയും ഉറ്റവരുടെയും വീട്ടിലും സ്ഥാപനത്തിലും. അതായത് വീണ വിജയൻ്റെ മാസപ്പടി കേസിൽ വീണ്ടും ED റെയ്ഡ് നടക്കുകയാണ്. നിർണായക രേഖകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുണ്ടോ ഒരു ഉപദ്രവിക്കൽ? മകൾ ഒരു IT കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവളുടെ അമ്മ പെൻഷൻ പറ്റുമ്പോൾ കിട്ടിയ പണമെടുത്തു കൊടുത്തു. അതുകൊണ്ട് തുടങ്ങിയതാവട്ടെ ലോകത്ത് ഇന്ന് വരെ ഒരാളും തുടങ്ങാത്ത ഒരു ലോകോത്തര കമ്പനിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് പോലും ഞെട്ടിപ്പോയ ഒരു കമ്പനി. അതായത് പണിയെടുക്കാതെ തന്നെ പണം വാങ്ങുക, അതായിരുന്നു ഈ കമ്പനിയുടെ പ്രത്യേകത. പണിയെടുക്കാത്തത് കൊണ്ട് കൂടുതൽ ജോലിക്കാരൊന്നും ആവശ്യവുമില്ല. ബാങ്കിലേക്ക് വരുന്ന പണം നോക്കിയാൽ മതി. ഇതിനെ മാസപ്പടി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നൊക്കെ അറിവില്ലാത്തവർ വിളിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഓഡിറ്റിങ്ങിന് വരുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥരല്ല, മറിച്ച് ED ആണ് എന്ന് മാത്രം. ഇന്ന് നടക്കുന്ന ED റെയ്ഡ് 8 സ്ഥലങ്ങളിലാണ്. അതായത് വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനെ ചുറ്റിപ്പറ്റി കോഴിക്കോട്ടാണ് വ്യാപകമായി ഇന്നത്തെ റെയ്ഡ് നടക്കുന്നത്. ടൂറിസം മന്ത്രിയായിരുന്ന റിയാസിൻ്റെ കാലത്ത് KTDC കോർഡിനേറ്ററും ആത്മസുഹൃത്തുമായ നന്ദുലാലിൻ്റെ വീട്ടിലടക്കം ED കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. പിണറായി വിജയൻ കൈയിട്ടാൽ നക്കാത്ത ഒരു പദ്ധതിയും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിഞ്ഞു വരുന്നത്. എല്ലാത്തിലും അന്വേഷണം നടക്കുകയാണ്. ഏറ്റവും അവസാനം ഈ മെസ്സിയുടെ പേരിൽ പോലും പറ്റിച്ചതിന് പിണറായി പ്രതിക്കൂട്ടിലാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ റെയ്ഡും പിണറായി വിജയൻ്റെയും മകളുടെയും മോഷണത്തിൻ്റെ വ്യാപ്തി അളക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നടക്കുന്നത്. ശരിക്കും പിണറായി വിജയൻ അറിയാതെ മകൾ വീണ വിജയൻ ഒരു തട്ടിപ്പും നടത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്നിരിക്കെ നടന്നതെല്ലാം പിണറായി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ് തന്നെയാണ്. അതിൽ മകളും മരുമകനുമെല്ലാം ചേർന്ന് നടത്തിയൊരു കുംഭകോണമാണ് ഇതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം റിയാസിൻ്റെ സുഹൃത്തുക്കളെയും ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്നുള്ള സൂചനകളാണ് EDക്ക് ലഭിച്ചത്. അതുപ്രകാരമാണ് റെയ്ഡ് നടക്കുന്നത്. കള്ള ഇടപാട് വഴി സമ്പാദിച്ച കൊള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ റിയാസ് തൻ്റെ സുഹൃത്തുക്കളെയും ബിനാമിയാക്കി വച്ചു എന്ന സൂചനകളാണ് ED നൽകുന്നത്. അതിലേറ്റവും പ്രധാനം CPMൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നിഖിലിൻ്റെ ഫ്ലാറ്റിൽ ED റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിൽ EDയുടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് റിയാസ് MLAയുടെ അടുത്ത സുഹൃത്ത് നന്ദുലാലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലും ED കയറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു തട്ടിപ്പിൻ്റെ കഥയുണ്ട് എന്ന് സൂചന നൽകുകയാണ് ED. ഇത് 3ാം തവണയാണ് ED വ്യാപകമായ പരിശോധന നടത്തി വരുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് കോഴിക്കോട് അരിച്ചു പറക്കുന്നത്. മാസപ്പടി കേസിലെ അന്വേഷണം മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കും വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അച്ഛനും മകളും മാത്രമല്ല, മരുമകനും ഇതിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് DTPC എന്ന് പറഞ്ഞാൽ ടൂറിസം മന്ത്രിയായിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മന്ത്രി റിയാസ് ഉപയോഗിച്ചിരുന്ന ഒരു സുഹൃത്ത് നന്ദുലാൽ, അതുപോലെ CPM സെക്രട്ടേറിയറ്റ് അംഗം സൊലൈസ് കമ്പനി ഉടമയുമായ നിഖിൽ, അതുപോലെ ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ വീടുകളിലും ED പരിശോധന നടത്തി വരുന്നു. ഇതിനു പുറമെ സ്ഥാപനങ്ങളിലും വ്യാപകമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിയിൽ നിന്ന് പണം പുറത്തേക്ക് പോയതിൽ ആണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിഖിൽ DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രമുഖ നേതാക്കളെ തന്നെ ഉൾപ്പെടുത്തിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്ന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ബിസിനസ് ചെയ്തു വരികയാണ് എന്നും പറയുന്നു. എന്ത് ബിസിനസ് എന്ന് ED കണ്ടെത്തേണ്ടതുണ്ട്. സൊലൈസ് എന്ന കമ്പനിയുടെ ഉടമയാണ് നിഖിൽ. വെറുതെ പോയി റെയ്ഡ് നടത്തുന്നതല്ല. സാക്ഷാൽ പിണറായി വിജയൻ്റെ മകൾ വീണയുടെ ഡയറിയിൽ നിന്നുമാണ് നിഖിലിൻ്റെ പേര് വിവരങ്ങളും ബാക്കിയുള്ള വിശദ വിവരങ്ങളുമെല്ലാം EDക്ക് ലഭിച്ചിരിക്കുന്നത്. നിഖിലിന് പുറമെ പണം ഒളിപ്പിച്ചു വെക്കാനും പല വിക്രയങ്ങൾ നടത്താനുമൊക്കെ കൂടെയുണ്ടായിരുന്നു എന്ന് സൂചനയുള്ള മറ്റു 3 പേരുടെ വിവരങ്ങളും ഡയറിയിൽ നിന്ന് തന്നെയാണ് EDക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കൾ എന്നാണ് വീണ നൽകിയ മൊഴി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ വീടുകളിൽ ED ഇപ്പോൾ അരിച്ചു പെറുക്കി എല്ലാ പരിശോധനയും നടത്തുന്നത്. നിഖിലിൻ്റെ ഫറൂഖ് കരുവൻ തുരുത്തിയിലെ തറവാട് വീട്ടിലും ED പരിശോധന നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പിതാവ് പിണറായിയും മകൾ വീണയും മാത്രമല്ല,
തട്ടിപ്പ് നടത്താൻ മരുമകൻ റിയാസും നല്ല വിയർത്ത് പണിയെടുത്തു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതാണ് റിയാസിൻ്റെ പണി. എന്നിട്ട് സതീശൻ സർക്കാരിൻ്റെ നാറ്റവും മണപ്പിച്ച് നടക്കുകയാണ് ഇപ്പോൾ റിയാസിൻ്റെ മറ്റൊരു പണി.